ഗുഡ് മോർണിംഗ് സർ. എക്സ്ക്യൂസ് മീ, MD ഒന്ന് കാണണമായിരുന്നു. സർ, ആനന്ദ് കൃഷ്ണൻ സർ കാണാൻ വന്നിട്ടുണ്ട്. ചെന്നോളൂ. താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ. വെൽക്കം മിസ്റ്റർ ആനന്ദ്, ഇരിക്കൂ. താങ്ക് യു സർ. നേരത്തെ നിങ്ങൾ ഓക്കെ പറഞ്ഞ ഈ പ്രോജക്റ്റ് ഞാൻ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു, ഏതൊക്കെ സ്റ്റേജിൽ എത്രയൊക്കെ ഫണ്ട് വീതം വിനിയോഗിക്കേണ്ടി വരും, അത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഇതൊക്കെ സംബന്ധിക്കുന്ന വ്യക്തമായ ബഡ്ജറ്റ് ഡീറ്റെയിൽസ് ദാ ഈ ഫയലുണ്ട്. ഓ, ഇത് നോക്കൂ. യെസ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ് ആൻഡ് ഹോണസ്റ്റ്. ഈ പ്രോജക്റ്റ് പോലെ 100% സ്വീകാര്യമാണ് ഈ ബഡ്ജറ്റ് പ്ലാൻ. ഒരു നല്ല ബിസിനസ്മാന്റെ ബ്രെയിൻ മുഴുവനും ഈ ബഡ്ജറ്റിലുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 50 കോടി റിലീസ് ചെയ്യാനല്ലേ പറയുന്നത്? അതെ. അതൊരു പ്രോബ്ലമേ അല്ല. പക്ഷേ താങ്കൾ എത്ര % ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയണം. 50% ആണോ അതോ 30% ആണോ? നിങ്ങളിങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്ക് ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നോ, ശരിയാകില്ല മിസ്റ്റർ ആനന്ദ്. കോർപ്പറേറ്റ് സ്കീമിൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ % ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇത് എല്ലാ കോർപ്പറേറ്റുകളിലുള്ള പ്രൊസീജിയർ ആണല്ലോ. നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പൊ ഈ പ്രോജക്റ്റിൽ എനിക്ക് 1% പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ പ്രോജക്റ്റിലുള്ള വിശ്വാസം തൽക്കാലം എന്നോടും കാണിച്ച് ബഡ്ജറ്റ് ഓക്കെ പറഞ്ഞാൽ ഞാൻ ഈ പ്രോജക്റ്റ് ലാഭത്തിലാക്കി തരാം. ഞങ്ങൾ നിങ്ങൾ ഒരാളെ വിശ്വസിച്ച് ഇത്രയും കോടികൾ ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 കോടിയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകാനാ മിസ്റ്റർ ആനന്ദ്? ഇപ്പോ ഒരു വർക്കിംഗ് പാർട്ണറായിട്ട് മാത്രമേ എനിക്ക് ഈ പ്രോജക്റ്റിൽ നിൽക്കാൻ കഴിയൂ. വേറെ ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് നൽകാൻ കഴിയില്ല. ഇത് ഓക്കെ ആണെങ്കിൽ ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ചേൽപ്പിക്കാം. ബിസിനസ്സിൽ വിശ്വാസം എന്ന് പറയുന്നത് വെറും വാക്കിൽ പോരാ, ഷുവർട്ടി വേണം. അതാണ് ആവശ്യം. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ എനിക്കിപ്പോ ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാവില്ല. ഒരു ഷുവർട്ടിയും നൽകാനും പറ്റില്ല. ഇത് സമ്മതമാണെങ്കിൽ പറയൂ, ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്യാം. അതൊന്നും പറ്റില്ല മിസ്റ്റർ ആനന്ദ്. ഹെഡ് ഓഫീസിൽ വ്യക്തമായ രേഖകൾ ഹാജരാക്കണം. സർ, ഒരു മിനിറ്റ്. ഹലോ. ഓക്കെ. മിസ്റ്റർ ആനന്ദ്, ഒരു 10 മിനിറ്റ് സമയം ഞങ്ങൾക്ക് വേണം. ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വിളിക്കാം. ഓക്കെ. അഖില മാഡത്തിന്റെ മകനാണെന്നത് ശരി തന്നെ. അഖില മാഡത്തിന്റെ സമ്മതമില്ലാതെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചതുമായി ബന്ധപ്പെട്ടെന്തോ അമ്മയും മകനും തമ്മിൽ പിണക്കത്തിലാണ്. ആനന്ദ് ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായി ഇറങ്ങിയത് തന്നെ അതുകൊണ്ടാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആനന്ദ് ഇവിടെ സബ്മിറ്റ് ചെയ്ത പ്രോജക്റ്റ് വളരെ സ്കോപ്പുള്ളതാണ്. അതെ, ഇത് നമ്മുടെ കമ്പനിക്ക് വലിയൊരു ബ്രേക്ക് ആയിരിക്കും. ഷുവർ. ഈ പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, അഖില മേഡത്തോട് ഷുവർട്ടി ആവശ്യപ്പെടാം. അതെങ്ങനെ സാധിക്കും? അഖില മാഡവും മകനും അയാളുടെ കല്യാണത്തിന്റെ പേരിൽ ശത്രുതയിൽ തന്നെയല്ലേ? പിന്നെ എങ്ങനെ അഖില മാഡം ആനന്ദിന്റെ പ്രോജക്റ്റിന് ഷുവർട്ടി നൽകും? തീർച്ചയായിട്ടും ഷുവർട്ടി നൽകും. നോ, നെവർ. തൃച്ച
തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി ഒരിക്കലും ഈ പ്രോജക്ടിന് ഷുവർട്ടി നൽകാൻ പോകുന്നില്ല. ആരാ? അയ്യോ സോറി, ഞാൻ പ്രിയങ്ക, നാഗമഠത്ത് പ്രിയങ്ക വർമ്മ, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബിസിനസ് എതിരാളി. എന്റെ കമ്പനിയുടെ പ്രതിനിധിയും ഇന്നലെ പ്രോജക്ട് സമർപ്പിക്കാൻ എത്തിയിരുന്നു. പക്ഷേ നിങ്ങൾ അംഗീകരിച്ചത് ആനന്ദിന്റെ പ്രോജക്റ്റ്. അല്ല മാഡം, നിങ്ങളിപ്പോ ഇവിടെ വന്ന് അഖില മാഡം ആനന്ദിന്റെ പ്രോജക്റ്റിന് ഷുവർട്ടി നൽകില്ലെന്ന് നിങ്ങൾ അറിയിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ സുഹൃത്തായിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ആനന്ദും അമ്മ അഖിലാണ്ടേശ്വരിയുമായി ഇപ്പൊ രമ്യതയിലല്ല, മാത്രവുമല്ല മാനസികമായി അവർ കടുത്ത ശത്രുതയിലുമാണ്. അതുകൊണ്ട് തന്നെ ആനന്ദിന്റെ പ്രോജക്ടിന് ഫിനാൻഷ്യൽ ഷുവർട്ടി അഖിലാണ്ടേശ്വരി ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല. അല്ല മാഡം, നിങ്ങൾ ആനന്ദ് ഗ്രൂപ്പിന്റെ എതിരാളിയാണെന്നല്ലേ പറഞ്ഞത്? ആ സ്ഥിതിക്ക് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളുടെ സംശയങ്ങൾ ന്യായമാണ്. അപ്പോ ആ സംശയം തീർക്കാനുള്ള ഉത്തരവാദിത്വം എനിക്ക് തന്നെയാ. ഇപ്പൊ തന്നെ അഖിലാണ്ടേശ്വരിയെ നേരിട്ട് വിളിച്ച് ബോധ്യപ്പെടുത്താം. വന്ന് നിന്നെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് കഴിയില്ലെന്ന് നിനക്കും അറിയാലോ. ഏയ്, നിനക്കെന്നോട് പിണക്കാ? പിണങ്ങണ്ടോ, മനഃപൂർവ്വമല്ലല്ലോ. 100 പ്രശ്നങ്ങളാ ചങ്ങാതി. ഈ നോട്ടത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വലിയ കുഞ്ഞിനെ സ്വന്തമായി കിട്ടിയപ്പോ ഞാൻ നിന്നെ മറന്നു എന്നല്ലേ? അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. എനിക്ക് നിന്നെ മറക്കാൻ പറ്റുമോ? എന്നോടൊപ്പം തൃച്ചംബരത്തേക്ക് വന്നവളാ നീ. വലിയ കുഞ്ഞിനോടുള്ള എന്റെ പ്രണയത്തിന് കൂട്ടുനിന്നവള്. നിന്നെ മറക്കാൻ ഈ ജന്മത്തിലാവില്ല എനിക്ക്. ആ ദേ, ഒരു വിശേഷം പറയാനുണ്ട് എനിക്ക്. വല്ലുഞ്ഞ് വലിയൊരു കമ്പനിയിൽ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ പോയിരിക്കുക. ആ പ്രോജക്റ്റ് വല്ലുഞ്ഞിന് എന്നെ കിട്ടണം. അതിന് നീയും പ്രാർത്ഥിക്കണം കേട്ടോ. പാവം വല്ലുഞ്ഞ് അമ്മ മിണ്ടാത്തതുകൊണ്ട് ഉള്ളി നീറി നടക്കുക. ശരിക്കും ഒരു അമ്മക്കുട്ടിയാ വല്ലുഞ്ഞ്. ആ അമ്മ മിണ്ടാതിരിക്കുമ്പോഴുള്ള ആ മനസ്സിന്റെ സങ്കടത്തിന്റെ ആഴം അതെന്തായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് ഊഹിക്കാലോ. എന്റെ മനസ്സറിയാവുന്നവളല്ലേ നീ. അഖിലാമ്മയുടെ എന്നെ മരുമകളായിട്ട് അംഗീകരിക്കുന്ന ദിവസവും കാത്തിരിക്കുക ഞാൻ. ആ ദിവസം പെട്ടെന്ന് വരണേന്ന് നീയും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ആന്റി, കോള് കട്ട് ചെയ്ത് കളയുമ്പോഴും ഞാൻ പിന്നെയും വിളിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ആനന്ദിനെ പറ്റിയുള്ള കാര്യമായതുകൊണ്ടാണ്.
കോള് കട്ട് ചെയ്ത് കളയുമ്പോഴും ഞാൻ പിന്നെയും വിളിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ആനന്ദിനെ പറ്റിയുള്ള കാര്യമായതുകൊണ്ടാണ്. എന്നെ വിളിക്കരുതെന്ന് നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ ഞാൻ. എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളത്? ആനന്ദിന്റെ പേരും പറഞ്ഞ് എന്നെ ചീറ്റ് ചെയ്യാനാണോ നിന്റെ പ്ലാൻ? ആന്റി ഇപ്പൊ പറഞ്ഞല്ലോ ആനന്ദിന്റെ പേരിൽ ഞാൻ ആന്റിയെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നെന്ന്. എന്നാലേ അതല്ല കഥ. ആനന്ദ് ആന്റിയെ ചീറ്റ് ചെയ്യാൻ പോവാ. നീ ആരെക്കുറിച്ച് ആരോടാണ് പറയുന്നതെന്ന് വല്ല ബോധ്യമുണ്ടോ നിനക്ക്? തീർച്ചയായിട്ടും ഉണ്ട് ആന്റി. ആന്റിയുടെ മകൻ ആനന്ദ് തൃച്ചംബരത്തെ സമ്പത്തും പ്രൗഢിയും എല്ലാം വലിച്ചെറിഞ്ഞ് അടുക്കളക്കാരിയാണ് വലുതെന്ന് പറഞ്ഞ് ആന്റിയെ ധിക്കരിച്ച് ഇറങ്ങിപ്പോയിട്ടും ഇപ്പോഴും മകനെ സ്നേഹിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യാണോ ആന്റി? ഹോ, അപാരം തന്നെ. നിർത്ത്. അമ്മയും മകനും തമ്മിൽ 100 പ്രശ്നങ്ങൾ കാണും. അതിൽ നീ എന്തിനാ തലയിടുന്നത്? 100 പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ കാര്യമാക്കാതിരുന്നേനെ. പക്ഷേ ഇതിപ്പോ 100 കോടിയുടെ കാര്യമല്ലേ? അതെ ആന്റി, വിദേശ കമ്പനിയുമായി ആന്റിയുടെ മകൻ കരാർ ഒപ്പിടാൻ പോവുകയാണ്. 1ഉം 2ഉം അല്ല, 100 കോടിയുടെ കരാറാണ് ഒപ്പുവെക്കാൻ പോകുന്നത്. അതല്ല കഥയിലെ ട്വിസ്റ്റ്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ ഒരു നയാ പൈസ പോലും വേണ്ടെന്ന് പറഞ്ഞ് ATM കാർഡ് വരെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പോയ ആനന്ദകൃഷ്ണൻ പുതിയ കരാർ ഒപ്പിടാൻ ആന്റിയുടെ ഷുവർട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് ഭ്രാന്തില്ല ആന്റി. ഞാൻ വിളിച്ചു പറഞ്ഞത് സത്യമാണ്, പരമമായ സത്യം. പാഞ്ചാലി പോലും അറിയാതെ പാഞ്ചാലിയെ പണയം വെച്ച് ചൂത് കളിച്ച കഥ മഹാഭാരതത്തിലുണ്ട്. അമ്മ പോലും അറിയാതെ അമ്മയെ പണയം ഉരുപ്പടിയാക്കി ബിസിനസ്സിനിറങ്ങുന്ന മകന്റെ കഥ പുതിയത്. എന്താ ആന്റി, മിണ്ടാട്ടം മുട്ടിപ്പോയോ? നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇവിടെയുണ്ട്. ആനന്ദ് എഗ്രിമെന്റ് ചെയ്യാൻ പോകുന്ന മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത്, സെൻട്രൽ പ്ലാസയിൽ. നമുക്ക് അവിടെ കാണാം. ഇവിടെയൊന്നും ആരുമില്ല. ആളും ബഹളവും ഒക്കെ ഒഴിഞ്ഞ തൃച്ചംബരം. ആ, ഇതിങ്ങനെ കാണാനാ എനിക്കിഷ്ടം. ഈ സിംഹാസനത്തിൽ കയറി വിലസി ഒന്നിരിക്കാം, ഒരു മഹാരാജ്ഞിയെ പോലെ. വിലാസിനി, ഇനി നീയാണ് ഈ തൃച്ചംബരത്തിന്റെ സർവാധികാരി. വൈകാതെ ഭരണം നിന്റെ കയ്യിലോട്ട് തന്നെ വരും. ഉടനിറങ്ങി പുറത്തേക്ക്. ഭരണം സ്വപ്നം കാണാൻ പോലും സമ്മതിക്കില്ല. എന്ത് പറ്റി അഖിലേക്ക്? കലി ബാധിച്ച പോലെ ഉണ്ടല്ലോ. ചേച്ചി, ചേച്ചി, സോറി ചേച്ചി. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകേന്ന് വിളിക്കരുതെന്നൊക്കെ എനിക്കറിയാം. എന്നാലും ചേച്ചി ഇങ്ങനെ ധൃതിയിൽ പോകുന്ന കണ്ടപ്പോ കാര്യം അറിയാനുള്ള വെപ്രാളത്തിൽ അങ്ങ് വിളിച്ചു പോയതാ.